ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം. കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം മംഗളവനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. കേരളത്തിൽ നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിൽ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം കേരളത്തിലേതാണ്? സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യങ്ങളുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ആറളം. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് കേരളത്തിലേതാണ്? തെന്മല. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് കേരളത്തിലെ ഏത് ദേശീയോദ്യാനമാണ്? തെന്മല ദേശീയോദ്യാനമാണ്. കേരളത്തിൽ ആദ്യമായി ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം 1978 നിലവിൽ വന്നു. 1978 ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത്. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും പെരിയാർ വന്യജീവി സങ്കേതമാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത്. കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരള തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തി. മത്തിയാണ് കേരള തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. കേരളത്തിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ഏതാണ്? കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം മിസ് കേരള. മിസ് കേരള എന്ന് പറയുന്ന മത്സ്യമാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. അപ്പെക് ഫെഡറേഷൻ ഓഫ് മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. അപ്പെക് ഫെഡറേഷൻ മത്സ്യഫെഡ് ആരംഭിച്ചതെന്നാണ് 1984. അപ്പെക് ഫെഡറേഷൻ മത്സ്യഫെഡ് എന്താണ്? മത്സ്യത്തൊഴിലാളി സഹകരണ സംഘമാണ്. മത്സ്യത്തൊഴിലാളികളുടെ സഹകരണ സംഘത്തിന്റെ പേരെന്താണ്? അപ്പെക്സ് ഫെഡറേഷൻ മത്സ്യഫെഡ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. അപ്പെക് ഫെഡറേഷൻ മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരം. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായിരിക്കുന്നത് തിരുവനന്തപുരമാണ്. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം വികാസ് ഭവൻ. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം വികാസ് ഭവൻ. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നിലവിൽ വന്നത്? 1956. 1956 കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ഓഷ്യൻ സ്റ്റഡീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ഓഷ്യൻ സ്റ്റഡീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി പനങ്ങാട്. കൊച്ചി പനങ്ങാടാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ഓഷ്യൻ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്
സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഒരു നെല്ലും ഒരു മീനും. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണ്? ഒരു നെല്ലും ഒരു മീനും. കടലിന്റെ അടിത്തട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശുചിത്വ സാഗരം. കടലിന്റെ അടിത്തട്ടില് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശുചിത്വ സാഗരം. ഉൾനാടൻ ജൈവ കൃഷി മാതൃകയിൽ കേരള സർക്കാർ ആരംഭിച്ച മത്സ്യകൃഷിയുടെ വ്യാപനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ്? മുറ്റത്തൊരു മീൻതോട്ടം. മുറ്റത്തൊരു മീൻതോട്ടം എന്ന പദ്ധതി ജൈവ കൃഷി മാതൃകയിൽ കേരള സർക്കാർ ആരംഭിച്ച മത്സ്യകൃഷിയുടെ വ്യാപനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ നിലവിൽ വന്ന പദ്ധതിയായ കമ്മ്യൂണിറ്റി ഫിഷറീസ് പ്രോജക്റ്റ് സഹായം നൽകിയ രാജ്യം നോർവേ. കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ നിലവിൽ വന്ന പദ്ധതിയായ കമ്മ്യൂണിറ്റി ഫിഷറീസ് പ്രോജക്റ്റ് സഹായം നൽകിയ രാജ്യം ഏതാണ്? നോർവേ. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതിയാണ് പുനർഗേഹം. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതിയാണ് പുനർഗേഹം. കേരളത്തിലെ വിപണികളിൽ ഉള്ള മത്സ്യങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ സാഗർ റാണി. കേരളത്തില് മത്സ്യവിപണികളിലുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആരാണ് ആരംഭിച്ച പദ്ധതി? ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി എന്നത്. ഗുണമേന്മയുള്ള മത്സ്യ വിതരണം ചെയ്യുന്നതിനു വേണ്ടി മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. അന്തിപ്പച്ച എന്താണ്? ഗുണമേന്മയുള്ള മത്സ്യ വിതരണം ചെയ്യുന്നതിനു വേണ്ടി മത്സ്യഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് അന്തിപ്പച്ച. ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ല. കേരളത്തിലെ കടലോര മത്സ്യസമ്പന്ന ഗ്രാമങ്ങൾ ഏതാണ്? എത്ര ഗ്രാമങ്ങളുണ്ട്? 222. കേരളത്തിലെ കടലോര മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ കടലോര മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം എത്രയാണ്? 222. കേരളത്തിലെ ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം എത്രയാണ്? 113. കേരളത്തിലെ ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണമാണ് 113. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. മറൈൻ ആംബുലൻസുകൾ ഏതെല്ലാമാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട മറൈൻ ആംബുലൻസുകളാണ് കാരുണ്യ, പ്രത്യാശ, പ്രതീക്ഷ. കാരുണ്യ, പ്രത്യാശ, പ്രതീക്ഷ എന്നുള്ളതാണ് കേരളത്തിലെ മറൈൻ ആംബുലൻസുകൾ. മത്സ്യ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല എറണാകുളം. മത്സ്യം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? എറണാകുളം. ആദ്യത്തെ സീ ഫുഡ് പാർക്ക് കേരളത്തിൽ ഏതാണ്? അരൂർ. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂർ. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്ന വർഷം 1988. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്ന വർഷം എന്നാണ് 1988. കേരളത്തിൽ ട്രോളിംഗ് ആദ്യമായി ആരംഭിച്ച ജില്ല കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലാണ് ട്രോളിംഗ് ആദ്യമായിട്ട് ആരംഭിച്ചത്. സാധാരണ ട്രോളിംഗിന്റെ കാലാവധി എത്ര ദിവസമാണ്? 50 ദിവസം. സാധാരണ ട്രോളിംഗിന്റെ കാലാവധി 50 ദിവസമാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലുമാണ് നടക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ട്രോളിംഗ് നടത്തിപ്പെടുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ദിവസത്തിന്റെ കണക്ക് വെച്ച് 50 ദിവസമാണ്. ഈ ട്രോളിംഗ് നിരോധനം പ്രധാനമായും ബാധിക്കുന്ന മത്സ്യങ്ങൾ ഏതെല്ലാമാണ്? മത്തി, അയല. മത്തി, അയല എന്നീ 2 മത്സ്യങ്ങളെയാണ് ട്രോളിംഗ് നിരോധന നിയമം പ്രധാനമായിട്ടും ബാധിക്കുന്നത്.
കേരള ഫിഷറീസ് വകുപ്പിന്റെ ക്ഷേമ പദ്ധതികൾ ഏതെല്ലാമാണ്? കേരള ഫിഷറീസ് വകുപ്പിന്റെ ക്ഷേമ പദ്ധതികൾ ഏതാണ്? തീരമൈത്രി, വിദ്യാതീരവും തീരമൈത്രിയുമാണ് കേരള ഫിഷറീസ് വകുപ്പിന്റെ ക്ഷേമ പദ്ധതി. തീരമൈത്രി എന്നാൽ എന്താണ്? മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും സാമൂഹിക ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി. തീരമൈത്രി മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും സാമൂഹിക ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. വനിതാ ശാക്തീകരണവും സ്വയം തൊഴിൽ, സാമൂഹിക സുരക്ഷിതത്വം ഇതെല്ലാം തീരമൈത്രിയിൽ ഉൾപ്പെടുന്നു. വിദ്യാതീരം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസ പ്രോത്സാഹനം, പ്രവേശന പരീക്ഷാ പരിശീലനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനങ്ങളാണ് വിദ്യാതീരം എന്ന പദ്ധതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ, കോഴിക്കോടാണ്. മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തടാകം. അത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ് ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രൻ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രൻ. എല്ലാവർക്കും ചോദ്യോത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്